ചാനലിലോട്ട് ഞാൻ തിരിച്ചു വന്നു. ദിയാകൃഷ്ണ വൈറലാക്കിയിട്ടുള്ള ഈ സോപ്പ് നമ്മുടെ സ്കിൻ കെയർ ഹെൽത്തിനെ ഹെൽപ്പ് ചെയ്യോ ഇല്ലയോ? ഇതുപോലെ സെലിബ്രിറ്റീസ് വന്ന് പറയുന്ന പ്രൊഡക്റ്റുകൾ വെറും പ്രൊമോഷൻ മാത്രമാണോ, അല്ല ഇതിൽ എന്തെങ്കിലും ഹെൽത്ത് പരമായിട്ടുള്ള ഗുണങ്ങളുണ്ടോ എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ഈ പേജ് നിങ്ങളൊന്ന് ഫോളോ ചെയ്ത് വെച്ചേക്കൂ. അതായത് കോട്ടക്കലിൻ്റെ ഈ സോപ്പ് എന്ന് പറയുന്നത് ഒരു ഗ്രേഡ് 1 ടോയ്ലറ്റ് സോപ്പാണ്. ഇതിൻ്റെ TMF വാല്യൂ എന്ന് പറയുന്നത് 76% ആണ്. അതായത് ടോട്ടൽ ഫാറ്റ് മാറ്റർ എന്ന് പറയുന്നത് 76% ആണ്. അതുകൂടാതെ ഇത് വെജിറ്റബിൾ ഓയിൽ നിന്നാണ് ഇത് ഉണ്ടാക്കിയിട്ടുള്ളത്. ആനിമൽ ഫാറ്റ് ഇതിൽ ഒട്ടും ഉപയോഗിച്ചിട്ടില്ല. ഇത് പ്യുവർലി വെജിറ്റബിൾ ഓയിൽ നിന്നാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നിന് ഇത് വളരെ നല്ലതാണ്. TMF 76 എന്ന് പറയുമ്പോൾ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് അനുസരിച്ചിട്ട് ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സോപ്പുകൾക്കാണ് ഈ 76% TMF വാല്യൂ വരുന്നത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ക്വാളിറ്റി പരമായിട്ട് വളരെ നല്ല തന്നെയാണ്. ഇനി നമുക്ക് ഇതിനകത്ത് ഇൻഗ്രീഡിയൻസ് നോക്കാം. ഇതിൽ ഒന്നാമത്തെ ഇൻഗ്രീഡിയൻറ്റ് എന്ന് പറയുന്നത് ലാക്ഷ ആണ്. അത് നമ്മൾ മലയാളത്തിൽ കോലരക്ക് എന്ന് പറയും. ഇതൊരു ലാക്ക് എന്ന് പറയുന്ന ഒരു ഇൻസെക്റ്റിൻ്റെ റെസിൻ ആണ്. ഇതിൽ നിറയെ നാച്ചുറൽ പ്രോട്ടീൻ ഉണ്ട്. അതുകൂടാതെ തന്നെ ആൻറ്റി മൈക്രോബൽ ആക്ടിവിറ്റി ഉണ്ട്. ഇത് നമ്മളെ എപ്പിത്തൽ സെല്ലിനെ ഗ്രോത്ത് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് ബ്രൈറ്റ്നസ് തരാൻ ഇത് ഹെൽപ്പ് ചെയ്യും ഈ റെസിൻ ഉള്ളത് കൊണ്ട്. ഇതിലെ രണ്ടാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് ഇരട്ടി മധുരം. ഈ ഗ്ലാബിൻ എന്ന് പറയുന്ന കണ്ടന്റ് ട്രയോസൈൻ എന്ന എൻസൈം ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നത്. ഇത് മെലാനിൻ പ്രൊഡക്ഷൻ ഉൽപ്പാദിപ്പിക്കാൻ ഹെൽപ്പ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത് സ്കിൻ പിഗ്മെന്റേഷൻ കുറച്ച് സ്കിന്നെ ബ്രൈറ്റ് ആക്കി നിർത്താൻ ഹെൽപ്പ് ചെയ്യും. ഇൻഗ്രീഡിയൻ്റ് ആണ് ഹരിദ്ര അല്ലെങ്കിൽ നമ്മുടെ മഞ്ഞൾ. ഇതിൽ കുർക്കുമിൻ എന്ന് പറയുന്ന കണ്ടന്റ് ഉണ്ട്. ഈ കുർക്കുമിൻ എന്ന കണ്ടന്റ് ബെസ്റ്റ് ആന്റി ഓക്സിഡന്റ് ആണ്. അതുകൂടാതെ തന്നെ ആന്റി മൈക്രോബിലാണ്. നമ്മളെ ഇൻഫ്ലമേഷൻ കുറച്ച് ആക്നെ വരാതിരിക്കാൻ ഈ കണ്ടന്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. നാലാമത്തെ ഇൻഗ്രീഡിയൻ്റ് ആണ് അശ്വഗന്ധ. അശ്വഗന്ധയിൽ വിത്താനിലോട്സ് എന്ന് പറയുന്നൊരു കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റ് നമ്മളെ സ്ട്രെസ് കുറക്കാൻ ഹെൽപ്പ് ചെയ്യും. അതുകൂടാതെ തന്നെ നമ്മളെ റിജുവിനേറ്റ് ചെയ്യും. അതുകൂടാതെ കൊളാജൻ പ്രൊഡക്ഷനെ ഇംപ്രൂവ് ചെയ്ത് നമ്മളെ സ്കിന്നിൻ്റെ ഏജിങ് പ്രോസസ്സിനെ റിവേഴ്സ് ചെയ്യാൻ ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ആൻഡ് ഫൈനൽ ഇൻഗ്രീഡിയൻ്റ് കേരതൈലം. അത് നമ്മളെ വെളിച്ചെണ്ണ. ഇതൊരു മീഡിയം ട്രാൻസ്പെറൻ്റ് ആണ്. അത് നമ്മളെ സ്കിന്നെ സോഫ്റ്റ് ആക്കും, പഫി ആക്കി നല്ല സോഫ്റ്റ് ആയി നിലനിർത്താൻ ഹെൽപ്പ് ചെയ്യും. ഇതിൻ്റെ ഹൈ TMF വാല്യൂയും ഇതിനകത്തുള്ള ഇൻഗ്രീഡിയൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് നല്ല ക്വാളിറ്റി ഉള്ളൊരു സോപ്പാണ്. സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് യൂസ് ചെയ്യാം. പ്രത്യേകിച്ച് ഓയിലി സ്കിന്നുള്ള ആൾക്കാർക്ക് ഇത് വളരെ ഹെൽപ്ഫുൾ ആണ്. ഇപ്പോൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്ന സോപ്പിൻ്റെ TMF വാല്യൂ എന്താണ് അത് നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. മുഖസൗന്ദര്യത്തെ പറ്റി ചിന്തിക്കുകയും നല്ല സോപ്പ് കിട്ടാതെ വിഷമിക്കുകയും ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ പോസ്റ്റ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.